എന്തായാലും എന്നെ പരിചയപ്പെടുത്തിയ എന്റെ പേര് ബൈജു എന്നാണ്. ഞാൻ കുറ്റിക്കാട്ടൂർ സ്വദേശിയാണ്. നമ്മള് ആദ്യമായിട്ട് തന്നെ ഒരൊറ്റ കാര്യം പറയാനുള്ളത്, എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് നമ്മൾ മുഖാമുഖം കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിനൊരു ഭംഗിയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ ഒരു എനർജി ഒക്കെ കിട്ടും. അപ്പൊ ലേഡീസ് ഒക്കെ അതിനെക്കൊണ്ട് ചിലപ്പോൾ അടുക്കളയിലും ഇപ്പൊ ജോലി സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഓൺ ചെയ്യണ്ട. എന്നാലും പരമാവധി നമ്മൾ ഓൺ ചെയ്തിട്ട് നമ്മൾ നേരിൽ കണ്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗിയാണ്. ഓക്കെ, എന്തായാലും നമ്മളെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഉമ്മർ സാറെ കണ്ട്. ഉമ്മർ സാറെ, ഗുഡ് മോർണിംഗ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലീഡറാണ്. എല്ലാരും ഇഷ്ടമാണ്, പക്ഷെ എന്നാലും എല്ലാവർക്കും പറയുമ്പോൾ തന്നെ ഉമ്മർ സാറൊക്കെ പ്രത്യേക ഒരു ഇഷ്ടമുള്ള ഒരു ലീഡറാണ്. ഫൈബ് സാറുണ്ട്, റമീസ് സാർ, ഇങ്ങനെയുള്ള ഒരുപാട് ഒരു കൂട്ടം എനർജറ്റിക് ആയിട്ടുള്ള ലീഡേഴ്സ് ഉള്ള ഒരു ടീമിലാണ് ഒന്ന് ഈ ഒരു മീറ്റിംഗിലേക്ക് എത്താൻ സാധിച്ചത്. ആദ്യമായി എന്നെ ഈ ഒരു അവസരം പരിചയപ്പെടുത്തിയ എന്റെ അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള രഞ്ജിത്ത് ബാലു സാർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ ഹൃദ്യമായി നന്ദി അർപ്പിക്കുകയാണ്. കാരണം നമ്മളൊരു രക്ഷപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മളെ കൈപിടിച്ച് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആളെ നമ്മൾ എപ്പോഴും ഓർക്കണം എന്ന്, അല്ലെ ഓർക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രത്യേക ഒരു നന്ദി അർപ്പിക്കുകയാണ്. എന്തായാലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം അല്ലാതെ വലിയ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും അല്ല. കാരണം 2018 ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോ 2018 മുതൽ ഏകദേശം ഒരു 4-5 വർഷത്തോളായി ഈ ബിസിനസ്സിൽ. 5 വർഷത്തിൽ ഈ ബിസിനസ്സിൽ നിന്നതിൽ 2 വർഷത്തോളം കൊറോണ എന്ന് പറഞ്ഞൊരു നമ്മളെല്ലാരെയും ഒരു അസുഖത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മരണത്തിലേക്ക് ഒക്കെ ആഴ്ത്തിയിട്ടുള്ള ആ ഒരു സമയം വന്ന സമയത്ത് കുറച്ചൊരു 2 വർഷം പുറകിലോട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നപ്പോണ്ട് 5 വർഷം ഞാൻ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ബിസിനസ് ചെയ്തിട്ടൊരു 2-3 വർഷം ആയിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ 2 വർഷത്തോളം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാറി നിന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു 5 വർഷം ആയതുകൊണ്ട് എന്നുള്ളതിൽ എനിക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാല് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി എന്നുള്ളതാണ് ഈ മേഖലയിൽ നിന്ന്. കാരണം ഒരു പഠിക്കാനും പഠിച്ച് ചെയ്യാനൊക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ A to Z വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ബിസിനസിനെ പറ്റിയിട്ടും കമ്പനീനെ കുറിച്ചിട്ടും പ്ലാനിനെ പറ്റിയിട്ടും പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിവുകൾ നേടാൻ പറ്റി. അതുകൊണ്ട് എന്താ, നമുക്ക് ഒരു ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരിക്കലും വിട്ടുപോകാൻ സാധ്യതയില്ലാത്ത രീതിയിലേക്ക് ഈ ഒരു 5 വർഷം മാറിക്കഴിഞ്ഞെന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോ ഒന്ന് ആരെന്ത് പറഞ്ഞാലും, ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും, അല്ലെ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കമ്പനീനെ കുറിച്ചിട്ടോ നമ്മളെ തലയിലേക്ക് എത്ര നമ്മൾ അടിച്ചു കയറ്റിയാലും ഒരിക്കലും നമുക്ക് എന്താവില്ല, കേറൂല, അതിന്റെ നെഗറ്റീവ് കേറൂല. കാരണം നിർത്താനുള്ള ഒരു നെഗറ്റീവ് നമുക്ക് വരില്ല. കാരണം അത്ര ഒരു ഈ ബിസിനസിനെ പറ്റിയിട്ട്, ഈ കമ്പനിയെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞത്, മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ വന്നത് ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് സാറ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു. കാരണം ഞാൻ എന്റെ ജോലി എന്ന് പറഞ്ഞാല് തേപ്പ്, പടവ്, സെൻട്രിങ്, ഒരു വീടിന്റെ തറ മുതൽ ഒരു മേൽക്കൂര വരെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു 10-20 ജോലിക്കാരൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്തിട്ടുള്ളത്. അതും നമ്മളെ കോഴിക്കോടല്ല, മറ്റു ജില്ലകളിലായിട്ട് തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ്, തലശ്ശേരി, ഇങ്ങനെയുള്ള ദൂര ദൂര സ്ഥലങ്ങളിലെ എഞ്ചിനീയർ ഓഫിൽ ഇങ്ങനെ ഒരു 10-20-30 ജോലിക്കാരെ വെച്ച് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. കാരണം 2-3 വീടുകളൊക്കെ ഒരുമിച്ച് ചെയ്തിട്ട് വലിയ വലിയ ഏകദേശം 3000-4000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വലിയ വലിയ വീടുകൾ തറ മുതൽ കെട്ടി പടുത്ത് നല്ല ഒരു 10-20 ജോലിക്കാരെ വെച്ച് നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയിൽ സമയത്താണ് എനിക്ക് ഈ ഒരു അവസരം കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാരും ചിന്തിക്കുന്ന പോലെ ഇപ്പം എനിക്കൊരു വരുമാനത്തിന്റെ ആവശ്യമല്ല, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഈ ഒരു മേഖലയിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല, നല്ലോണം ജീവിക്കാനുള്ള, അല്ലെങ്കിൽ നല്ല പൈസക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് ആ ഒരു സമയത്താണ് ഇപ്പൊ ഞാൻ തീർച്ചയായിട്ടും വരാൻ കാരണം സാറ് ബാലു സാർ പറഞ്ഞ എത്ര മാത്രമേ ഉള്ളൂ, ഐഡി ഫ്രീ ആണ്, ഐഡിക്ക് പൈസയൊന്നും വേണ്ട. അപ്പൊ നമുക്ക് ഒരു ഐഡിയ ഒക്കെ അടിച്ചിടാം. കാരണം അത് സാറ് വന്നാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ഈ ഒരു മേഖല, കാരണം
ഒരുപാട് ഇപ്പൊ സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം വിദ്യാഭ്യാസം പറഞ്ഞാൽ വെറും SLC മാത്രമാണ്. ഇപ്പം കൂടുതലായിട്ട് ഇംഗ്ലീഷോ കാര്യങ്ങളോ നമുക്കൊക്കെ ഒരു എന്താ പറയാ ഒരു കൂട്ടി എങ്ങനെയെങ്കിലും വായിക്കാന്നല്ലാതെ വലിയൊരു ഇംഗ്ലീഷ് ഒരാളോട് സംസാരിക്കാനുള്ള രീതിയിലേക്കോ അങ്ങനെ ഒരു ഹിന്ദി സംസാരിക്കാനുള്ള രീതിയിലേക്കോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു കഴിവില്ല. ഇപ്പൊ ആളുകളോട് എന്താ പറയാ കറക്റ്റായിട്ട് തന്നെ ഒരാളോട് നിന്ന് മലയാളത്തിൽ തന്നെ നിന്നിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു 10 ആള് കൂടുന്നിടത്ത് ഒരു സംസാരിക്കാനുള്ള ഒരു കഴിവില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള നിൽക്കുന്ന സമയത്ത് ഈ ജോലിക്കാരൊക്കെ വെച്ച് പണിയെടുക്കുന്ന സമയത്ത് ഈ ഒരു എക്സ്ട്രാ വരുമാനം കിട്ടുന്നു. ഇതിലൂടെ നമുക്ക് ഒരുമിച്ച് വിജയിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണെന്നും ഇപ്പൊ സാറ് പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു എക്സ്ട്രാ വരുമാനം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കുക. ഒന്നെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കുക, അല്ലെങ്കിൽ TV റീചാർജ് ചെയ്യുക, ഫോണിൽ റീചാർജ് ചെയ്യുക, മക്കളെ വണ്ടി ഫീസ് അടയ്ക്കുക. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ അതൊന്നും എന്റെ മൈൻഡിൽ കയറിയില്ല. അപ്പൊ കുറച്ച് പ്രൊഡക്റ്റുകൾ പ്ലാൻ തരാൻ വന്ന സമയത്ത് പേസ്റ്റ്, ഒരു സോപ്പ്, ഒരു വെൽഹാർട്ട്, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വൈഫിന് കൈക്കും ഒരു തരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഷോൾഡറിന് ഇങ്ങനെ തരിപ്പ്. അപ്പൊ ആ സമയത്ത് പിന്നെ അറ്റാക്ക് വരൂല എന്ന് പറഞ്ഞ സമയത്ത് വൈഫിന് എല്ലാവർക്കും മരിക്കാൻ പേടിയാണ്, എന്നാലും വൈഫിന് പ്രത്യേക ഒരു പേടിയാണ് മരിക്കുന്ന പറഞ്ഞാല്. പിന്നെ അപ്പോ മരിക്കാതെ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോ വൈഫ് എന്ത് ചെയ്ത് ഈ വെൽഹാർട്ട് കൊണ്ട് വാങ്ങി. അപ്പൊ ഞാൻ വിചാരിക്കുക, ഞാൻ പേസ്റ്റ് സോപ്പൊക്കെ ഇങ്ങനെ കണ്ടത്. അപ്പം ബാലു സാറെ ഞാൻ ആദ്യം അറിയുന്നത് കൊണ്ട്, കാരണം 20 വർഷത്തോളം അദ്ദേഹം വെൽഡിംഗ് മേഖലയിലാണ്. ഞങ്ങൾ ഒരുമിച്ച് കല്യാണത്തിനൊക്കെ മുന്നേ ചെറുതാകുന്ന സമയത്തെ പരിചയമുള്ള ആളാണ്. അപ്പൊ ഈ ബാലു സാർ അടുത്തുനിന്ന്, ഇപ്പം ബാലു സാറ് എന്നൊന്നും അന്ന് വിളിക്കല്ല, കാരണം ബാലു എന്നുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അങ്ങനെ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, ബാലുവിന്റെ അടുത്തുനിന്ന് ഒരു വെൽഹാർട്ടൊക്കെ ഒരു ക്യാപ്സ്യൂളൊക്കെ വാങ്ങി കുടിക്കണമെങ്കിൽ അത്രയും ഒരു ധൈര്യം വേണം. കാരണം അല്ല ഡോക്ടറെ അടുത്തൊന്നല്ലല്ലോ വാങ്ങുന്നത്. അപ്പൊ വൈഫ് മരിക്കൂല, മരിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട, അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി കഴിക്കേണ്ട പറഞ്ഞപ്പോ ഒരു വെൽഹാർട്ട് വാങ്ങി. അപ്പൊ ഞാൻ വിചാരിക്കാം, ഇവിടെ എന്ത് ധൈര്യത്തിനാണ് ഇപ്പൊ ഒരു വെൽഹാർട്ട് ഉള്ളോട് കഴിക്കാനുള്ള ഒരു ഗുളികയൊക്കെ ഇവരുടെ അടുത്ത് വാങ്ങി കുടിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ ഞെട്ടിയതുപോലെ തന്നെ ബാലു സാറ് ഞെട്ടി. കാരണം ബാലു സാറ് ഞെട്ടാൻ കാരണം എന്താ പറയുക, ആദ്യമായിട്ട് ഒരു ബിസിനസ് നടത്തിയിട്ട് ഒരു ക്യാപ്സൂൾ ഉള്ളോട്ട് കഴിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് വെൽഹാർട്ട് വാങ്ങിച്ചത് എന്റെ ഭാര്യയാണ്, ബാലുസാർ അടുത്തുനിന്ന്. അപ്പൊ ബാലുസാർ ഇതുവരെ അങ്ങനെ കൊണ്ടിടക്കാന്നല്ലാതെ ആരും ഒരു ക്യാപ്സ്യൂളോ ഒരു മരുന്നോ ഒരു ലിക്വിഡോ ഒന്നും ബാലുസാർ അടുത്തുനിന്ന് വാങ്ങിയില്ല. പിന്നെയാണ് ബാലുസാർ പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അശ്വതിക്കാണ് ഒരു വെൽഹാർട്ട് കൊടുത്തത്. അങ്ങനെ കൈക്ക് തരിപ്പൊക്കെ മാറി. പിന്നെ പേസ്റ്റ് ഉപയോഗിച്ച സമയത്ത് മക്കൾക്ക് രണ്ടാക്കും പല്ലുവേദന ഉണ്ടായിരുന്നു. അപ്പൊ പല്ലുവേദന മാറി. എനിക്കും ചെറിയ പല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനും പേസ്റ്റ് ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് നല്ല ഒരു സുഖം തോന്നി. നല്ലൊരു വായക്കും പല്ലിനൊക്കെ ഒരു നല്ലൊരു കൊഴുപ്പൊന്നുമില്ല, നല്ലൊരു മധുരമൊന്നുമില്ല കൂടുതലായിട്ട്. അപ്പൊ നമ്മളൊക്കെ സാധാരണ കോൾഗേറ്റ് ഒക്കെ ഉപയോഗിച്ച പല്ല് തേച്ചു നമ്മൾ കുഴിഞ്ഞാലൊക്കെ ഭയങ്കര എന്താ പറയാ മധുരമായിരിക്കും, പിന്നെയും മധുരമായിരിക്കും. ആ മധുരം പിന്നെ പോല ചായ കുടിക്കുന്നതിനെക്കാട്ടിലും മധുരമാണ്, മധുരട്ട ചായ കുടിക്കുന്നതിനെക്കാട്ടിലും മധുരമാണ് വായിക്ക് ഒന്നായിട്ടുണ്ടാവുക. അപ്പൊ അതൊക്കെ സമയത്ത് പിന്നെ നല്ല ഒരു ഇത് തോന്നിയ സമയത്ത് പേസ്റ്റും നല്ല കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയതിന്റെ ഭാഗമായിട്ട് അങ്ങനെ പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച സമയത്ത് നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ ഇത് കുഴപ്പമില്ല, ആൾക്കാരോടൊക്കെ പറഞ്ഞു കൊടുത്താല് അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ വീണ്ടും വാങ്ങിക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാൻ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിയില്ല. അങ്ങനെ 2018 കോഴിക്കോട് സരോവരം പാർക്കിൽ, നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്തായിട്ടുള്ള സരോവരം പാർക്കിൽ വെച്ചിട്ട് വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഏകദേശം 10,000 ആളുകളോളം പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം. അപ്പൊ അവിടേക്ക് അന്നൊക്കെ ഞാൻ 3 മണി മുതൽ രാവിലെ 7 മണി മുതൽ 3 മണി വരെ ജോലിക്ക്, അന്നെനിക്ക് മലാപ്പറമ്പിൽ ഒരു വർക്ക് ഉണ്ട്. അപ്പൊ ആ വർക്കുള്ള സമയത്ത് ഞാനും എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഖാലിദ് ഖാൻ ഉമ്മർ സാറിന് അറിയാം, കാരണം ഉമ്മർ സാർ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ റഹ്മത്താത്തന്റെ ഭർത്താവ് ആക്കം. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരു കട്ട കമ്പനിയാണ്. എന്റെ ഇന്റിമേറ്റ് ഒരു ഫ്രണ്ടാണ് എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഖാലിദ് ഖായും ഞാൻ ഒറ്റക്കെട്ട. അപ്പൊ ഖാലിദ് ഖായും ഞാനും കൂടി എന്ത് ചെയ്ത്, ബാലു സാർ വിളിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് നിങ്ങൾ വരികയെന്നാണ്. കുറെ പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്നൊന്നും പോയില്ല. ഇത് വലിയൊരു പ്രോഗ്രാം പറയുമ്പോ 3 മണിക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തന്നെ കയ്യും കാലൊക്കെ കഴുകി കുളിക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് മേലൊക്കെ എന്താ പറയാ ഒരു ചളി സിമെന്റിന്റെ വെള്ള കളറൊക്കെ അങ്ങനെ കൈയിന്റെ മുകളിലൊക്കെ സിമെന്റിന്റെ കളറൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല എത്ര വലിയ പ്രോഗ്രാം ഇൻസൈഡ് ഒക്കെ ചെയ്ത് വലിയ വലിയ ആൾക്കാരുണ്ടാവുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ ഇതേമാതിരി ബാലു സാർ എന്തോ ഒരു ചെറിയ പരിപാടിയായി വിചാരിച്ച് പോരാ. അവിടെ പോയി നോക്കുന്ന സമയത്ത്
കണ്ട കാഴ്ച എന്ന് പറഞ്ഞാല് ഏകദേശം 10,000 ആളുകളോളം ഉണ്ട്. വലിയ നമ്മളെ എന്താ പറയാ, ഈ ഫുട്ബോളൊക്കെ കളിക്കാനായിട്ട് ഗാലറി കിട്ടൂല, ഈ പലക വെച്ചിട്ട് ഇങ്ങനെ കിട്ടുന്നിട്ടുള്ള ഗാലറി, അതേമാതിരി റൗണ്ടിൽ ഇങ്ങനെ ഗാലറി പോലെ കിട്ടിയിട്ട് അതിൽ ഫുൾ ആളാണ്. അപ്പൊ അവിടെ കയറണമെങ്കിൽ ഒരു പാസ് വേണം. ആ പാസിന് 200 രൂപയാണ്. ബാലു സാർ ആ പാസിന്റെ പൈസയൊന്നും ഞങ്ങളോട് മേടിച്ചില്ല. കാരണം ആ പാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീരെ വരില്ല എന്ന് ബാലു സാർക്കും അറിയാം. അപ്പൊ അവിടെ കേറുന്നതിന് മുന്നേ തന്നെ പാസ് ഞങ്ങൾക്ക് തന്ന്, രണ്ടാൾക്കും ഓരോ പാസ് തന്ന് ഞങ്ങൾ അവിടെ കൊടുത്ത് കേറി. അപ്പൊ പിന്നെ ഉള്ളിൽ കേറി ഇരുന്നു. ഇരിക്കാൻ സ്ഥലമല്ല, ഇരിക്കാൻ സ്ഥലമില്ലാത്ത സമയത്ത് തുന്നപ്പോ ഭയങ്കര ചൂടും. ഒരു 2 മണിക്കാ തുടങ്ങുന്നത്. അപ്പൊ ഭയങ്കര ചൂടും, ഷീറ്റിന്റെ ചൂടും. അപ്പൊ ബാലുസാറുണ്ട് ഞങ്ങൾക്ക് വെള്ളമൊക്കെ കൊണ്ടു തരുന്നു. വെള്ളമൊക്കെ കൊണ്ടു തന്ന് ഞങ്ങൾക്ക് ഓരോ കുപ്പി വെള്ളമൊക്കെ കൊണ്ടു തന്ന് ഞങ്ങളൊക്കെ കുടിച്ച്. ഇപ്പൊ കാലിദ്ക്കായ്ക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാല് ഇത്രയും വലിയൊരു പരിപാടി ചൂടൊക്കെ ആയപ്പോ എന്നോട് പറയും, ബൈജു അമ്മക്ക് പോവാ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് പ്രോഗ്രാം തുടങ്ങാനാവുന്ന സമയത്ത് ഒരു ഓപ്പൺ സ്റ്റേജ് ആണ്. അപ്പൊ അവിടെ ഈ കയറുന്നതിന്റെ മുന്നേ അല്ല, കയറിന്റെ ആ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട് ഒരുപാട് കട്ടൗട്ട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, ഫോട്ടോ ഷൂട്ട് ഇട്ടിട്ട്. അതില് ബെൽനി സാർ ഉണ്ട്, ശൈലേഷ് ബാലൻ സാർ ഉണ്ട്, അനീസ് സാർ ഉണ്ട്, മുബീൻ സാർ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ഒരുപാട് ആളുകൾ കോട്ട് സൂട്ടിട്ട് ആളുകളുണ്ട്. ഇപ്പൊ അവിടെ എനിക്ക് ടി സി ആരാ, ടി സി എ ടി സി ടി ടി സി ഇതൊന്നും എനിക്കറിയില്ല. കുറെ കോട്ടിട്ട് നമ്മളൊക്കെ ഇപ്പൊ കുറെ ലീഡേഴ്സ് ഇല്ലേ, ടി സി മുതലുള്ള ലീഡേഴ്സ് ഒക്കെ കോട്ടൊക്കെ ഇട്ട്. അപ്പൊ നമ്മളെ പോലെ കുറെ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കമ്പനീന്റെ ആൾക്കാരായിരിക്കും, വലിയ വലിയ ആൾക്കാരാണ് എന്നുള്ള ലെവലല്ല ഞങ്ങൾ പോകുന്നത്. ഇടുന്ന സിമെന്റ് എന്നാ ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറെ ആൾക്കാർ ഇവിടെ കുറെ ആൾക്കാരൊക്കെ കണ്ടു, കട്ടൗട്ടിൽ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അപ്പോഴാണ് ബാലി സാർ വന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടാളും പോവരുത്. ബെൽനി സാറ് നമ്മളെ കോഴിക്കോട് ഏറ്റവും വലിയൊരു ലീഡറാണ് ബെൽനി സാറ് കാറ് സ്റ്റേജിന്റെ മുകളിൽ കൂടി കയറ്റി ഇറക്കുന്നുണ്ട്. ഏകദേശം 53 ലക്ഷം റുപ്യന്റെ ഓഡി Q3 എന്ന് പറഞ്ഞ കാർ. ഞങ്ങൾക്ക് എന്ത് ഓഡി Q3 വന്നിന്, കാരണം കാറിന്റെ സ്വപ്നം പോലും കാണാത്ത ആൾക്കാരാണ് ഞാനും കാലിക്കായി. കാരണം കാറ് വാങ്ങണമെന്നോ അല്ലെങ്കിൽ കാറിനെ പറ്റിയിട്ടോ ചിന്തിക്കാത്ത പോലും സമയത്താണ് ഓഡി Q3 സ്റ്റേജിന്റെ മുകളിൽ കൂടി ഇറങ്ങുന്നത്. ആരെങ്കിലും വിശ്വസിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ബാലുസാറ് പറഞ്ഞാലോ വേറെ ആര് പറഞ്ഞാലും നമ്മൾ നിൽക്കുവോ? അപ്പൊ അപ്പം ഖാലിദ് ഖാൻ എന്നോട് വരാ, എന്ത് ബെൽനി, എന്ത് ഓടി ബാലു ഒക്കെ പറയും, ബാലുവിന് എന്തോ കിട്ടാനുള്ള പരിപാടിക്കാണ് വൈജുമ്മ പോവാതെ. അപ്പൊ ഞാൻ പറഞ്ഞു. പിന്നെ അതിന്റെ ഇടയിൽ കൂടി കുറച്ച് പൊതുവെ എല്ലാവർക്കും അറിയാം എനിക്ക് പാട്ടും ഡാൻസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കുറെ ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ടും ഡാൻസൊക്കെ അങ്ങനെ വരും നമ്മളെ സ്റ്റേജ് പ്രോഗ്രാമിൽ. ഇപ്പൊ വലിയ പ്രോഗ്രാമിൽ എല്ലാവരും കാണാനല്ലേ, അതേപോലെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ കുറെ സ്ക്രീനിൽ, കാരണം സ്റ്റേജിലേക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല, സ്ക്രീന് ഞങ്ങളെ കുറച്ച് മുന്നേ. അപ്പൊ നല്ല നല്ല കുറെ പാട്ടും ഡാൻസും ഇങ്ങനത്തെ എറണാകുളത്തുള്ള ഒരു ടീമാണ് ഡാൻസിന്റെ ഒക്കെ. അപ്പൊ അങ്ങനെ ഡാൻസ് ഒക്കെ കുറച്ചു നേരം കണ്ടിരുന്ന്. അങ്ങനെ പിന്നെ ഖാലിദ് ഖാനോട് സൂര്യക്കേട്, കാരണം പോവാ ഇങ്ങനെ. ഞാനും പിന്നെ എന്തായാലും വേണ്ടിയില്ല, ബാലുസാറെ കാണാതെ ഓടി Q3 കയറി ഇറങ്ങുന്നൊന്നും കാണാതെ നല്ല മുങ്ങി. കുറെ കഴിഞ്ഞാൽ കേട്ടോ, ഇപ്പൊ TC ATC ഒക്കെ DTC അങ്ങനെ വിളിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഇങ്ങനെ സ്റ്റേജിൽ പോണ്ട് ചണ്ടടിച്ചിട്ട് ആളെ കൊണ്ടോണ്ട്, മറ്റേ മുത്തുക്കുട കൊണ്ടുപോയിട്ട്. ഇപ്പോഴല്ല മുത്തുക്കുട എന്താന്നൊക്കെ ഇപ്പൊ മനസ്സിലായത്, ആരെങ്ങനെ കൊണ്ടുവരുന്നൊക്കെ. അപ്പൊ മുത്തുക്കുട വെച്ചിട്ട് മുബീൻ സാർ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. എക്സ്പീരിയൻസ് ഇപ്പൊ ബെല്ലി സാർ ഇപ്പം അന്ന് ഇപ്പൊ ഞാനിപ്പോഴും എനിക്കൊരു നഷ്ടം പോലെ തോന്നുന്നത്, പിന്നെ മുബീൻ സാർ ഒരു ഡയലോഗ് ഇപ്പോഴും ഈ ഇതില് നമ്മള് ഒരു സ്പീച്ച് നമ്മൾ കേൾക്കലുണ്ട്, മൈ ലൈഫിൽ വന്നിട്ടുള്ള. എന്താ പറയാ, നമുക്ക് ഈ ഭൂമിയിലേക്ക് ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഒരിക്കലും അത് നഷ്ടമാവില്ല എന്നുള്ള ഒരു ഡയലോഗ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സ്പീച്ച്. ആ സ്പീച്ച് അന്ന് ഭ്രമരം എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രോഗ്രാം. അതേമാതിരി ബെല്ലി സാർ ഒരു സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്, 60 വയസ്സിൽ എന്റെ അച്ഛനെ കയറ്റിയത് 60 ലക്ഷം രൂപേന്റെ ഓടി Q3യിലാണ്. അതൊക്കെ പറഞ്ഞത് ആ സ്റ്റേജിൽ നിന്നാണ്. പക്ഷെ ഞാനിപ്പോഴൊക്കെ ആ ഒരു സ്പീച്ച് രണ്ടാളെന്ന് കേൾക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കും, അയ്യോ അന്ന് ഓല് പറഞ്ഞ ഡയലോഗ് അല്ലെങ്കിൽ ഓല അന്ന് പറഞ്ഞ സ്പീച്ച് അതെ, ഇനി ആ സ്പീച്ചാണ് എനിക്ക് ഇന്നും നഷ്ടമായത്. ആ രണ്ട് സ്പീച്ച്, ബെല്ലി സാറതും മുബീൻ സാറതും. ഒരുപാട് ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ആ സ്പീച്ച് ഇപ്പോഴും ഒരു 2 വരിയുള്ളെങ്കിൽ അത് നേരിട്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര നഷ്ടബോധം ഇപ്പൊ തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചില മീറ്റിങ്ങുകളിൽ പല ആളുകളും നേരത്തെ എണീറ്റ് പോകുന്ന ആളുകളുണ്ട്. എനിക്ക് ഒറ്റ കാര്യങ്ങളോട് പറയാനുള്ളൂ, ഒരു പരിപാടിക്ക് ഇരുന്നിട്ടുണ്ട് അവസാന ഘട്ടം വരെ ഇരിക്കണം. കാരണം അവസാന ഘട്ടത്തിലാണ് ആ ഓരോ
ആ ഓരോ പോയിന്റുകൾ വരിക എന്നുള്ളത് നമ്മൾ ഓരോ ലീഡേഴ്സും അല്ലെങ്കിൽ നമ്മൾ ഈ എന്നെ കേട്ടിരിക്കുന്ന 286 ആളുകളുണ്ട്. ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ ആ അവസാനം കണ്ടിട്ട് നമ്മൾ പോവാൻ പാടുള്ളൂ. കാരണം അവസാന ഘട്ടത്തിലാണ് ആ സ്പീച്ച് അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലാണ് ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ ആ ഒരു പ്രോഗ്രാമിലൊക്കെ കേട്ട് അതില് ഞങ്ങൾ പോന്ന് കഴിഞ്ഞ ശേഷം ബാലു സാർ ഉണ്ട് ഫോളോ അപ്പ് ആയിട്ട് വീട്ടിൽ വന്ന സമയത്ത് നിങ്ങൾ എന്താ നേരത്തെ പോകുന്നത് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ ബാലു സാർ എന്നോട് ചൂടാവുന്ന, കാരണം മൂപ്പരോട് പറയാതെയാണല്ലോ പോകുന്നത്. ബാലു സാർ ഒന്നും ചൂടായില്ല. ബാലു സാർ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താ നേരത്തെ പോകുന്നത്, അത് കഴിഞ്ഞേരം ഭയങ്കര പരിപാടി ഉണ്ടായിന്, ബെൽനി സാർ സ്പീച്ച് ഉണ്ടായിന്, മുബീൻ സാറെ സ്പീച്ച് ഉണ്ടായിന്, കാറ് കയറി ഇറങ്ങീന്, ബെൻസ് കാർ കയറി ഇറങ്ങീന്, പിന്നെ BMW കയറി, ഞങ്ങൾ കാറിനെ കുറിച്ച് ചിന്തിക്കാനൊക്കെ ആവുന്ന ഞങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പം ബാലു സാറ് എന്നെ ഫ്രണ്ട് കൂടെ എന്നോട് ചൂടാവാൻ വിചാരിച്ചിട്ട്, അപ്പൊ ഞാൻ വിചാരിക്കും ഇയാൾ എന്താ എന്നോട് ചൂടാവാഞ്ഞ്, ഞങ്ങൾ പറയാതെ പോന്നിട്ട്. ഇപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇതൊരാളോട് ചൂടാവാതെ സംസാരിച്ച് അതേമാതിരി നല്ല രീതിയിൽ പറഞ്ഞിട്ടൊക്കെ കൊണ്ടുപോകണം പിന്നെ മനസ്സിലായത്. അപ്പം ബാലു സാർ വളരെ എളിമയോട് കൂടിയിട്ട് കുഴപ്പമില്ല, നമുക്ക് അടുത്ത മീറ്റിങ്ങിന് ഇരിക്കാം, അടുത്ത മീറ്റിങ്ങിന് നല്ല നല്ല പ്രോഗ്രാം ഇങ്ങനത്തെ വരുന്ന സമയത്ത് ഞാൻ പറയുന്നു, ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളൊക്കെ ബാലു സാർ വിളിക്കാൻ തുടങ്ങി. അന്ന് നളന്ദ ഓഡിറ്റോറിയത്തിലല്ല നമ്മളെ GTS ഉള്ളത്, മലബാറിൻ എന്ന് പറഞ്ഞ, അതായത് മഹാറാണി ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ ഹോളിൽ ഒരു 150 ആളുകൾ കൊള്ളുന്ന ഒരു ഹോളിലാണ് ഇന്ന് GTS. അങ്ങനെ അന്ന് നമ്മളെ ഇവിടെ കോഴിക്കോട് ഓഫീസ് ഇല്ല, കോഴിക്കോട് PUC ഇല്ല. അന്ന് ഇവര് വേറെ എവിടെ നിന്നൊക്കെയാണ് പ്രൊഡക്റ്റ് കൊണ്ടുതരല്, എവിടുന്നാന്നൊക്കെ അറിയില്ല. അങ്ങനെ ബെൽനിസാർ ODQ3-ലാണ്, അല്ലെങ്കിൽ ഒരു ക്രെറ്റ ഉണ്ട്, ക്രെറ്റയിലാണ് ബാക്കിൽ ഡിക്കിയിലാണ് പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാവുക. മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയാൽ അതിൽ നിന്നാണ് പ്രൊഡക്റ്റ് ഒക്കെ എല്ലാവരും വാങ്ങേണ്ടവര് വാങ്ങുക. കോഴിക്കോട് അന്ന് ഇവിടെ ഇല്ല, പൂളാടിക്കൊന്നും ഓഫീസ് വന്നില്ല. അങ്ങനെ GTS കേട്ട സമയത്ത് GTS കുറെ വിളിച്ചു. അങ്ങനെ ഞാനും വൈഫും കൂടി പോയ സമയത്ത് ഇരിക്കാൻ സീറ്റൊന്നുമില്ല, ഫുൾ ആൾ അവിടെ. അപ്പൊ എനിക്ക് തോന്നി, മനസ്സിലായി. അപ്പൊ ഞാൻ അവിടുന്ന് മനസ്സിലാക്കി, ഭ്രമരം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലും മനസ്സിലാക്കി, ഏകദേശം 10,000 ആളുകളോളം പങ്കെടുക്കുന്ന പ്രോഗ്രാം, ഇത്ര ആളുകൾ ഉണ്ടല്ലോ, ഇത്ര ആളുകൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകളാണെന്നല്ലോ എന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ മീറ്റിങ്ങിന് ഇവിടെ കോഴിക്കോട് മീറ്റിങ്ങിന് കയറിയ സമയത്ത് ഇഷ്ടംപോലെ ആളുകളൊക്കെ ഇരിക്കാൻ സീറ്റില്ല. അന്നും ബെൽനിസാർ, അന്ന് ധനീഷ് മാധവൻ സാർ RTC ആണ്, ബെൽനിസാർ ബെൽനിസാർ അന്നും ITC ആണ്. രണ്ടാമത്തെ ഐഡിയ പിന്നെ ITC അല്ലാത്ത ഒരു ഐഡിയ ITC ആണ് അന്ന്. അങ്ങനെയുള്ള ബൈജു സാംസാറാണ് അവിടെ അന്ന് GTS എടുക്കുന്നത്. അങ്ങനെ കുറെ ലീഡേഴ്സ് ഒക്കെ ഇങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ പ്രൊഡക്റ്റ് ബുക്കുകൾ വിൽക്കുന്നുണ്ട്, ഇതിന്റെ ടൂൾസ്, അങ്ങനെ ഒരു ബുക്കൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടുന്ന് വീട്ടിലിരുന്ന് മലയാളത്തിൽ കണ്ടതിനെ കൊണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി, ഇതിനെ പറ്റിയിട്ടൊക്കെ കുറേശ്ശെ പഠിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ നിരന്തരം പ്രോഗ്രാമുകളൊക്കെ ഒന്ന് കേട്ടാൽ പിന്നെ നിരന്തരം തന്നെ ടൗണിലേക്ക് മീറ്റിങ്ങിനൊക്കെ വിളിച്ച്, അങ്ങനെ ഞാൻ പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഇത് കേട്ടതല്ല കേൾക്കാന്നുള്ള ഒരു ചിന്താഗതിയിലുണ്ട്. ഇപ്പൊ പല ആളുകളും പറയും നമ്മൾ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് കേട്ടത് തന്നെയല്ല കേട്ടത് തന്നെ. അപ്പൊ ഞാനും തുടക്കത്തിൽ ബാലുവിനോട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച അവിടെ പറഞ്ഞ തന്നെയല്ല ഈ ആഴ്ചയും പറഞ്ഞ്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെയാണ്, നമ്മൾ ഒരു ആവർത്തനങ്ങളുടെ ഓർമ്മപ്പെടുത്തുകളുടെ ബിസിനസ് ആണെന്നൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിങ്ങനെ കേട്ടെന്നെ എനിക്ക് ചടപ്പ് പോയി. അങ്ങനെ ഞാൻ പിന്നെ കുറെ പ്രാവശ്യം പോയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്താണ്, എങ്ങനെ വരുമാനം കിട്ടുക. അപ്പൊ 2,10,000 എന്നുള്ള ഒരു എമൗണ്ട് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് എങ്ങനായിട്ട് ഒരു ഉറക്കം കിട്ടില്ല. കാരണം എന്താ, ഉറക്കം കിട്ടാത്തതിന്റെ കാരണം ഒന്ന്, ഞാൻ വരുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ്. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അച്ഛന് കൂലിപ്പണി, അമ്മ വീട്ടുജോലിക്കൊക്കെ പോയിട്ട്, ഞാനും എന്റെ അനിയനും എന്റെ ചേച്ചിയും ഒരു 3 മക്കളാണ്. ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാല് എല്ലാ മക്കളും ഒരേമാതിരി ആയിരിക്കില്ല. കാരണം എന്റെ ചിന്താഗതി അല്ല, എന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയാ, നല്ല പൈസ ഉണ്ടാക്കണം, നല്ല വീട് വെക്കണം, നല്ല കാറിൽ സഞ്ചരിക്കണം, നല്ല ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം സമൂഹത്തിലൊക്കെ നമ്മൾ നല്ല ആളുകളെടുത്ത് നല്ല സെറ്റപ്പിൽ നിൽക്കണം, ജീവിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം, അതിയായ ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അവസരം കിട്ടാനില്ല. കാരണം പണി എന്താ, കൂലിപ്പണി. അപ്പൊ ആ മേഖലയിലൂടെ കഴിച്ചിലാകാൻ കഴിയില്ല, അല്ലെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ എല്ലാവരും നല്ല നല്ല ലെവലിലേക്ക് ജീവിക്കാൻ, രക്ഷപ്പെടാൻ പോകുന്ന ഒരു അവസരം എന്നെ തേടി വന്നതാന്നു. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നോട് കഴിയുന്ന മാതിരി ചെയ്യുകയാണെങ്കിൽ, ലെഫ്റ്റും റൈറ്റും എന്നെക്കാളും നല്ല കഴിവുള്ള 2 വ്യക്തികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുന്നു. ആ ട്രീയിലൂടെ, ആ ഒരു പ്ലാനിലൂടെ എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ ഒരുപാട് ആളുകളുടെ അടുത്ത് ഇങ്ങനെ പണിയെടുക്കുന്നതല്ലേ. അപ്പൊ ഒരുപാട് മുതലാളിമാരും വീടിന്റെ ഓണർമാരൊക്കെ ഇങ്ങനെ അല്ലേ. അപ്പൊ അങ്ങനെ ഓരോടൊക്കെ പറയാന്നു, ഈ പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ റിസൾട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് ഞാന് പ്രൊഡക്റ്റ്
പ്രൊഡക്റ്റ് ഉപയോഗിച്ച് പ്രൊഡക്റ്റ് കുറച്ച് വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യമൊന്നും എല്ലാവരും പറയുന്നത് പോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരാളോട് പ്ലാൻ പറയുന്ന സമയത്ത് വലിയ എമൗണ്ട് 50,000 1,00,000 ഒന്നും എടുക്കൂല. അതേപോലെ തന്നെ ഞാനും തുടങ്ങിയ സമയത്ത് ഒരു 5,000 രൂപേന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് തുടങ്ങിയത്. തുടങ്ങിയ സമയത്ത് ഇത് ആൾക്കാരൊക്കെ വാങ്ങുന്ന മനസ്സിലായതിന്റെ ഭാഗമായിട്ട് വൈഫിന്റെ കമ്മൽ വെച്ചിട്ട് പണയം വെച്ചിട്ടാണ് ഒരു 5,000 രൂപന്റെ സാധനം വാങ്ങി. അങ്ങനെ തുടങ്ങി ആദ്യമായിട്ട് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തത് എൻ്റെ അമ്മയ്ക്ക് ഒരു പേസ്റ്റ് കൊടുത്തിട്ടാണ് ഈ ബിസിനസ് തുടങ്ങിയത്. അപ്പൊ നമുക്ക് എല്ലാ ആളുകളും നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ അല്ലെങ്കിൽ നമ്മള് ദൈവം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ആദ്യം നമ്മളെ മാതാവ് തന്നെയാണ് എന്നുള്ളത് നമ്മളെ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും അവർ ഉറച്ച വിശ്വാസമുള്ള ആളുകളാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ തന്നെ ഞാനും വിശ്വസിച്ചു. ഒരു പേസ്റ്റ് 120 രൂപയാണ് അന്ന്. ഒരു 120 രൂപേന്റെ പേസ്റ്റ് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് തുടങ്ങിയ ബിസിനസ്സാണ് ഇന്ന് 2022-23 കഴിഞ്ഞ് ഈ ബിസിനസ്സിൽ ഞാൻ കമ്പനീന്റെ STC റാങ്ക് ഞാൻ എന്നെ സഹായിച്ചത് എൻ്റെ അമ്മയാണെന്നുള്ളതാണ്. ആ ഒരു പേസ്റ്റ് ആണ് എന്നുള്ളതാണ്. എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത പേസ്റ്റ് ആണ് ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോ ആ ഒരു പേസ്റ്റ് കൊടുത്തു തുടങ്ങിയ അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഇനി ബിസിനസ് രക്ഷപ്പെടാൻ പോകുന്നു. അമ്മയ്ക്ക് മൈ ലൈഫ് ആണോന്നോ ബിസിനസ് ആണോന്നൊന്നും അമ്മയ്ക്കും അറിയില്ല. കാരണം ഒരു സാധാരണ ഒരു ലെവലുള്ള അമ്മ എനക്കൊണ്ട്. കാരണം അപ്പൊ അതുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഈ ഏതായാലും വിജയിക്കാനല്ല, എല്ലാവരും രക്ഷപ്പെടാനുള്ള ഒരു അവസരത്തിലേക്ക് പോവല്ലേ, നന്നായി വരട്ടെ എന്നുള്ളൊരു വാക്കുകൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വാക്കാണ് നിന്നെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് ഞാൻ എന്നോട് എല്ലാവരോടും ഷെയർ ചെയ്യണം. അപ്പൊ അങ്ങനെ തുടങ്ങിയ ഈ ബിസിനസ് ഞാൻ ഒരുപാട് ആളുകൾക്ക് വീടാന്തരം ഒരു മടിയും കൂടാതെ സോപ്പും പേസ്റ്റും വിൽക്കാൻ ഇറങ്ങി. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങി. അങ്ങനെ ഇത് വിൽക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. ഒരു 10-35,000 രൂപേന്റെ പ്രൊഡക്റ്റ് വാങ്ങി. ഒരു വലിയ സ്റ്റോക്കിനോട് എല്ലാവരും പറഞ്ഞ് സ്റ്റോക്ക് ഉണ്ടായാലും ഇത് ചെയ്യാൻ പറ്റൂ. ലീഡേഴ്സിനോടൊക്കെ നമ്മളിപ്പോ നളന്തയിലൊക്കെ കാണുമ്പോൾ എല്ലാ ലീഡേഴ്സും സംസാരിക്കില്ല. അപ്പൊ അതേപോലെ തന്നെ എല്ലാവരോടും ബാലുസാറ മാത്രമല്ല എല്ലാ ലീഡേഴ്സിനോടായിട്ട് ഇങ്ങനെ സംസാരിച്ച് അപ്പൊ ഓരൊക്കെ പറഞ്ഞു എന്നോട് കുറച്ച് സ്റ്റോക്ക് എടുത്ത് വെക്കണം. അങ്ങനെ 35,000 സാധനം സ്റ്റോക്ക് എടുത്ത് വെച്ച് അന്ന് ഒരു ആലപ്പുഴ അനീസാർ ഹൗസ് ബോട്ട് ട്രിപ്പ് ഉണ്ടായി ഫ്രീ ആയിട്ട്. അപ്പൊ ഇത്ര പ്രൊഡക്റ്റ് ഇത്ര നമുക്ക് ഉണ്ടല്ലോ, ടാർഗറ്റ് ഒക്കെ വെക്കലുണ്ടല്ലോ. അതേപോലെ ഒരു 35,000 പ്രൊഡക്റ്റ് എടുത്തിട്ട് ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ്, പിന്നെ ആ ട്രിപ്പിലൊക്കെ പോയ സമയത്ത് ഒരു ടൂറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എല്ലാ ആളുകളും ആ വിൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. കാരണം നമ്മളെ ഒരുമിച്ചുള്ള യാത്ര അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചുള്ള ഒരു കൂടിച്ചേരൽ, ഒരു ഭക്ഷണം കഴിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന കൂട്ടമായ പ്രാർത്ഥനയ്ക്കും കൂട്ടമായ പ്രവൃത്തിക്കും ഫലം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഈ കൂട്ടമായ ഒരു ടൂറിനോ അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കുന്ന യാത്രയിലൊക്കെ നമുക്ക് വലിയൊരു റിസൾട്ട് നമ്മളെ എവിടെയും കിട്ടാത്ത റിസൾട്ട് ഈ മൈ ലൈഫിൽ കിട്ടുന്നുള്ളത് യാതൊരു തർക്കമില്ല. അങ്ങനെ അതിലൊക്കെ പോയതിന്റെ സമയമായിട്ട് ഭാഗമായിട്ട് ഞാൻ സ്കൂളിൽ പോലും ഒരു ടൂർ പോകാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പൈസയോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്ത സമയത്ത് പോലും ഈ കമ്പനിയിലൂടെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ വലിയ എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയത്. കാരണം ടൂറും കാര്യങ്ങളും പാട്ടും ഡാൻസ് എല്ലാവരും അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവേശങ്ങളും അല്ലെങ്കിൽ ആരെടുത്തും ഞാൻ ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഇന്നങ്ങളെ കണ്ടുള്ള ആൾക്കാർ ആദ്യം മുന്നേ പരിചയമുള്ള ആൾക്കാരുണ്ടാവും എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താ വെച്ചാല്, കാരണം ഒരുപാട് സങ്കടത്തിന്റെ അല്ലെങ്കിൽ ഒരുപാട് വിഷമത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരാളെ കൊണ്ട് ഈ അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് സങ്കടങ്ങൾ ഇല്ലായിട്ടല്ല, പ്രയാസങ്ങൾ ഇല്ലായിട്ടല്ല, സന്തോഷങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി കുറഞ്ഞ സമയം നമ്മളെ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. ആ സമയങ്ങളിൽ സന്തോഷിച്ചു ചിരിച്ചും കളിച്ചും ആളുകളോട് സംസാരിച്ചു ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളെ ഈ ഒരു മൈ ലൈഫ് കിട്ടിയതിന്റെ ഭാഗ്യമായിട്ടാണ് എൻ്റെ മക്കളെ അല്ല എൻ്റെ അമ്മന്റെ അച്ഛൻ്റെ ഒക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് വീടാന്തരം പ്രൊഡക്റ്റുകളും വിൽക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് ആദ്യം കൊടുത്തത് നമ്മള് എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഞാൻ അങ്ങനെ ഒരു വേർതിരിവായിട്ടുള്ള ഒരു ഇതായിട്ട് പറയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഒരു പിന്നെ അടുപ്പോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളായിട്ടുള്ള മുസ്ലിംസ് എന്നുള്ള ഒരു രീതിയിലുള്ള ആൾക്കാരോടാണ് എനിക്ക് കൂടുതൽ അടുപ്പുള്ളത്. കാരണം ഞാനൊരു അങ്ങനെ ജാതിയോ മതമായിട്ടോ ഒന്നും പറയല്ല. കാരണം ഞാൻ തുടക്ക സമയത്ത് ഒരു മൊയിലിയാരെ വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ കഞ്ഞിയും അല്ലെങ്കിൽ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വളർന്നിട്ടുള്ളത്. കാരണം അമ്മയ്ക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് വീട്ടിൽ നിന്ന് സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞിട്ട് അവിടെ അപ്പൊ ആ മൊയിലിയാരെ കൂട്ടത്തിലാണ് ഞാൻ ഉണ്ടാവുക. അപ്പൊ അദ്ദേഹത്തിന് വാഴയും കൃഷിയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മൂപ്പരെ കൂടെ എന്ത് ചെയ്യും,
വളം എടുത്ത് കൊടുക്കാനും വാഴക്കിടാനുള്ള അങ്ങനെയുള്ള ചാണകപ്പൊടി അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ ഹെൽപ്പിനൊക്കെ പോകും. അപ്പൊ മൂപ്പര് അന്നൊക്കെ എനിക്ക് സമയത്ത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അപ്പൊ ആള് മരിച്ചു പോയിട്ടോ പാവം. അപ്പൊ എന്തായാലും എനിക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു 50 ഉറുപ്പ്യ തരും. കാരണം അപ്പൊ മിഠായി ഒക്കെ വാങ്ങാനായിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ വെറുതെ കൂടി കൊടുക്കുള്ളൂ. അപ്പൊ അപ്പൊ ആ ഒരു ഇതിൽ ആ വീട്ടിൽ നിന്നിട്ട് പിന്നെ കഞ്ഞു അല്ലെങ്കിൽ നോമ്പ് സമയത്തൊക്കെ തരിക്കഞ്ഞി, അതേപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇന്നൊക്കെയായിട്ട് അവിടെ വേറെ വിളിക്കുന്നേ. അല്ലെങ്കിൽ 6 മണിക്ക് ആ സമയത്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതാവുന്ന സമയത്തൊക്കെ കുറെ കൊല്ലങ്ങൾ മുന്നേ ചെറുപ്പ പ്രായത്തിലാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വളർന്നത് കൊണ്ട് തന്നെ, കാരണം ആ രീതിയിലെ, അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ആ ഒരു രീതിയിലേക്ക് സംസാരിക്കും. ജാതിയോ മതമോ അല്ലെങ്കിൽ ആണോ പെണ്ണോ വേർതിരിവ് അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ എന്റെ മൈൻഡിലേക്ക് മനസ്സിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ആ ഒരു രീതിയിലേക്ക് അസൈനാരിക്ക പറഞ്ഞുകൊണ്ടുവരുന്നത് ഇതുകൊണ്ടാണ്. അസൈനാരിക്കായിക്കാണ് ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അസൈനാരിക്ക എന്ന് പറഞ്ഞ ഒരാൾക്ക് മുട്ടുവേദന ഭയങ്കര. അദ്ദേഹം എന്റെ അടുത്ത് ഒരു ദിവസം വരുന്ന സമയത്ത് ഭയങ്കര ചാടി ചാടിയിട്ട് അങ്ങനെ കുത്തി കുത്തി ചാടി വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അസൈനാരിക്ക കാലിന് എന്ത് പറ്റിയത്? അപ്പൊ എന്നോട് പറഞ്ഞു കാലിന് മുട്ടുവേദന ഭയങ്കര നീരൊക്കെ വന്ന് ഇങ്ങനെ വീങ്ങി കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു നല്ലൊരു മരുന്നുണ്ട്. അന്നൊക്കെ നമ്മൾ മരുന്ന് എന്നാ പറയാ, ഇതിനെപ്പറ്റി പ്രൊഡക്റ്റ് എന്നൊന്നും പറയരുതെന്നൊന്നും അറിയില്ല. അങ്ങനെ നല്ലൊരു മരുന്നുണ്ട് എന്റെ കയ്യില്. അപ്പൊ ആ മരുന്ന് ഞാൻ നിങ്ങൾക്ക് തരാം. കാരണം പെട്ടെന്ന് മാറും. ഞാൻ ആർക്കും കൊടുത്തില്ല. ബാലുസാർ ഇപ്പൊ വെൽഹാർട്ട് തന്ന മാതിരി ഞാൻ ആർക്കും ക്യാപ്സ്യൂളൊക്കെ വരുന്നോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. നല്ലൊരു മരുന്നുണ്ട്, എന്തായാലും മാറും. ഇത്രയും കോൺഫിഡൻസോട് കൂടി പറഞ്ഞ് അങ്ങനെ ആദ്യമായിട്ട് ഒരു വെൽഹാർട്ട് ആദ്യമായിട്ട് ഒരു സ്പിർലീന ഗോൾഡ്, നോവേദന ക്യാപ്സ്യൂള്, ചാമ്പി തൈലം, ഈ 3 സാധനം ഒരു സെറ്റ് ആക്കിയിട്ട് മൂപ്പർക്ക് കൊടുത്ത്. അത് ഫസ്റ്റത്തെ റേറ്റ് തന്നെ കൊണ്ട് അതിന് MRP കൊടുത്തു. എനിക്കൊരു പേടി, കാരണം MRPക്ക് ഇത്രയും പൈസയ്ക്ക് ഒരു വാങ്ങുമെന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ വേദന കൊണ്ട് അദ്ദേഹം എന്തായാലും പൈസ ഒക്കെ കുറച്ചുള്ള ആളാണ്. അപ്പൊ ഞാൻ MRP കൊടുത്ത സമയത്ത് അദ്ദേഹം വാങ്ങുകയും ചെയ്തു. ഐഡിയ ഒന്നുമില്ല, ഇങ്ങനെ വാങ്ങി. അപ്പൊ ആദ്യമായിട്ട് പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്ത് MRP കിട്ടിയ സന്തോഷം എനിക്കും. കാരണം ആദ്യമായിട്ട് പ്രൊഡക്റ്റ് കൊടുത്ത ലാഭം കിട്ടിയല്ലോ. അങ്ങനെ ആ ലാഭം കിട്ടിയത് പിന്നെ ഞാൻ എന്ത് ചെയ്തില്ല, ഒരു മാസത്തേക്കുള്ള പ്രൊഡക്റ്റ് കൊടുത്തു പോന്നിട്ട് ഒരു മാസത്തേക്ക് ഞാൻ ആ റൂട്ടിലൂടെ പോയില്ല. ദൈവത്തെയാണ് സത്യം, ഒന്നും വെറുതെ കളവ് ആരോടും പറയില്ല. എന്റെ ലെവൽ സീരിയസ് ആയിട്ടുള്ള ഞാൻ വന്ന വഴി മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ആ ഒരു ഭാഗത്തൂടെ ആ റൂട്ടിലൂടെ ഞാൻ പിന്നെ പോയില്ല. കാരണം എന്റെ വീടിന്റെ അടുത്ത് നിന്ന് 1 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ പോകാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാല് പേടിച്ചിട്ട്. എല്ലാരും പറയുന്നത് പോലെ തന്നെ സത്യത്തില് അയാൾക്ക് എന്തോ സംഭവിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് എന്തോ ഈ ഗുളിക കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയോണ്ട് ഞാൻ പോയില്ല. ആരും അറിയാതെയാണ് കൊടുത്തു. ബാലുസാർ തന്നെ ധൈര്യമായിട്ട് കൊടുത്ത ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ കൊടുത്ത് ഞാൻ പോയി. അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ആ ഭാഗത്തൂടി പോയിട്ട് എന്റെ അച്ഛൻ ഒരു ദിവസം ആ വഴിക്ക് വന്ന സമയത്ത് ആ സൈനാർക്ക് എന്ത് ചെയ്ത് എന്റെ അച്ഛനോട് പറഞ്ഞ്, സോറി, എന്റെ മോനെ സ്കൂളിട്ട് വരുന്ന സമയത്താണ് ആദ്യം പറഞ്ഞത്, മോനെ അച്ഛനോടൊന്ന് ഈ വഴിക്ക് വരാൻ പറയണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആരാ പറഞ്ഞ? അസൈനാർക്കാ പറഞ്ഞാണ്. അമ്മ പറഞ്ഞു, അയ്യോ പെട്ട്. കാരണം എന്താ, മരുന്ന് കൊടുത്ത് പോകുന്നതിനായിട്ട് പോയിട്ടുമില്ല. കാരണം അദ്ദേഹത്തിന് കാല് പണി എന്നുള്ള ലെവലിലാണ് ഞാൻ ആ ബൈക്കിൽ പോകുന്നത്. ഞാൻ ആകെ പേടിച്ച് പിന്നെയും പോയില്ല. പിന്നെ ഒരു കഴിഞ്ഞ് ഒരാഴ്ച വീണ്ടും കഴിഞ്ഞേരെ എന്റെ രണ്ടാമതാണ് എന്റെ അച്ഛനടുത്ത് ചെല്ലേച്ച്. അച്ഛന്റെ പേര് രാമൻകുട്ടി എന്നാണ്. അപ്പൊ രാമൻകുട്ടി ആ മോനോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയണോ എന്നറിയാം. അപ്പൊ എന്തിനാന്ന് ചോദിച്ച സമയത്ത് സൈനാക്ക് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, മരുന്ന് തീർന്നിട്ടുണ്ട്, അതൊന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് പറയണെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വീട്ടിൽ എന്ന് പറഞ്ഞത്, മരുന്ന് തീർന്നുണ്ട്, ഈ അസൈനാർക്ക് എന്തോ മരുന്ന് കൊടുത്തിനോ, അത് തീർന്നുണ്ട്, അത് മൂപ്പർക്ക് രണ്ടാമത് വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ അന്വേഷിച്ച് നടന്നതാണ് എന്നോട് ചെല്ലാൻ. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പ്രൊഡക്റ്റ് തീർന്നിട്ട് രണ്ടാമത്തെ ഒരാൾ എന്നോട് വേണമെന്ന് പറഞ്ഞിട്ട് വിളിക്കാണല്ലോ. അങ്ങനെ ഞാൻ ആ സ്പീഡിൽ തന്നെ പോയി, ഓരോ വീട്ടിൽ പോയി. അസൈനാർക്ക് എന്തൊക്കെയുണ്ട്, ഞാൻ അന്നിപ്പോ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ തിരക്കിലായിപ്പോയി. ഒരുപാട് മീറ്റിങ്ങും പ്രോഗ്രാമും ഒക്കെ ഉണ്ടായിന്. അപ്പൊ അതുകൊണ്ട് ഈല വൈക്ക് വരാൻ പറ്റിയിട്ടാണ്. തീർന്നോന്ന് വെച്ചാൽ നല്ല മാറ്റമുണ്ട് കാലിന്. അപ്പൊ തൈലം ഇവിടെ ഉണ്ട് കുറച്ച്. അപ്പൊ ഗുളിക രണ്ടും തീർന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിന് നല്ല മാറ്റം കിട്ടിയപ്പോ പിന്നെ എനിക്ക് ഒടുക്കത്തെ കോൺഫിഡൻസ് ആയി ഉള്ളോട്ട് കൊടുക്കാനുള്ളത്. കാരണം നമ്മൾ കൊടുത്തിട്ട് പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങി വീണ്ടും ചോദിക്കുകയാണല്ലോ. അങ്ങനെ അസൈനാർക്കായിക്ക് കൊടുത്തു. അങ്ങനെ മൂപ്പർക്ക് വാഴയിലൊന്നും പോകാൻ പറ്റാത്ത ഒരാള് വാഴയിലേക്കൊക്കെ നടന്നു പോകാനും വാഴയ്ക്ക് വെള്ളം ഒഴിക്കാനും അതിനൊക്കെ പോകാനൊക്കെ നമ്മളെ ഈ ഒരു 3 പ്രൊഡക്റ്റ് കൊണ്ട് സഹായിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്ക് വലിയൊരു കോൺഫിഡൻസും കാര്യം ലെവലൊക്കെ വന്ന് അങ്ങനെ എല്ലാ ആൾക്കാരോടും ഞാൻ പറയാൻ തുടങ്ങി. വീടാന്തരം സോപ്പും പേസ്റ്റും വിൽക്കാൻ തുടങ്ങി. എല്ലാവരും വാങ്ങാൻ തുടങ്ങി. വാങ്ങിച്ച ആളുകൾ വീണ്ടും വാങ്ങാൻ തുടങ്ങി. അങ്ങനെ റിസൾട്ട് വന്നതിന്റെ പകരം ഇതിൽ ഞാൻ മനസ്സിലാക്കിയത്, അന്ന്
നമ്മളെ പ്രധാനപ്പെട്ട ഈ ബിസിനസിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ഒന്നാമത്തെ പോയിന്റ് നമ്മളെ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കി. പണം രണ്ടാമത്തത്, പണമൊക്കെ പോട്ടെ, പണം പിന്നെ വരുന്ന സാധനം. കാരണം ഒന്ന് നമ്മളെ പ്രൊഡക്റ്റ് ആണ്, രണ്ട് നമ്മളെ ബന്ധങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മളെ ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരുപാട് ഈ പ്രൊഡക്റ്റ് കൊടുത്താൽ നമ്മൾ വലിയൊരു ബിസിനസ്സുകാരനായി. ആ രണ്ട് തിരിച്ചറിവ് ഞാൻ ഈ ബിസിനസ്സിലൂടെ മനസ്സിലാക്കി. അങ്ങനെ പ്രോഡക്റ്റ് കാണുന്നവരോടൊക്കെ ചിരിക്കാൻ തുടങ്ങി. അന്ന് മുതലുള്ള ചിരി അന്ന് വരെ നിർത്തിയില്ല. കാരണം ബല്ലി സാർ എപ്പോഴും പറയലുണ്ട്, ബസ്സിൽ ഇരുന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ളവരെ ഇപ്പുറത്തുള്ളവരെയും തട്ടുക. പിന്നെ എനിക്ക് ഉമ്മർ സാർ പറഞ്ഞൊരു കുറെ പോയിന്റുകളുണ്ട്, പക്ഷെ ഒരു പോയിന്റ് എനിക്ക് ഇപ്പോഴും സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാല്, കാരണം ഒരു സ്കൂട്ടറുകാരൻ പോകുന്ന സമയത്ത് അയാൾ സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെങ്കിൽ അയാൾ നമ്മൾ ഏത് അറിയാത്തവനായാലും അയാളോട് പറയും. കാരണം ആ സ്റ്റാൻഡ് ഒന്ന് തട്ടണം കേട്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ അയാൾ അറിഞ്ഞിട്ടല്ല എന്നുള്ളത്. അപ്പൊ അതേപോലെയുള്ള കുറെ ആൾക്കാർ നമ്മൾ പരിചയം ഉണ്ടായിട്ട് പറയുന്നതല്ല, അങ്ങനെ പരിചയം ആവാൻ വേണ്ടി പറയുന്നതല്ല, പരിചയക്ക് പിന്നെ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കിട്ടിയ സമയത്ത് ചിരിക്കാനും ആൾക്കാരോട് പറയാനൊക്കെ തുടങ്ങി. ആളുകൾ വാങ്ങാൻ തുടങ്ങി. വാങ്ങേന് തുടങ്ങിയമായിട്ട് എന്റെ ഒരു തൊട്ടടുത്തുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, പ്രശോഭ് സാറ് അറിയാം, കുന്നമംഗലത്തുള്ള എല്ലാവർക്കും അറിയാം. മറ്റേ നമ്മളെ 95 കൊടുത്തിട്ട് കാലൊക്കെ ഇളക്കിയിട്ടുള്ള ഒരു സംഭവം. കാരണം യൂട്യൂബിൽ കുറെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാ. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പേസ്റ്റ് കൊടുത്ത് പ്ലാൻ കൊടുക്കാൻ പോകുന്നു. അന്ന് 120 ഒരു പേസ്റ്റ് കൊടുത്ത് അയാൾ ഇന്ന് DTC ആയി ZDC പോയിക്കൊണ്ടിരിക്കുന്നു. സുരേഷ് സാറുണ്ട് പുത്തൂർമട, അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്ലാൻ കൊടുക്കാൻ പോയ സമയത്ത് ഒരു 120 കഫ്നിൽ കൊടുത്തിട്ട് അയാളും ഇന്ന് DTC ആയി ZDC ആണ്. അങ്ങനെ ഞാൻ STC ആണ്. സിമ്പിൾ ആയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട്. ഇന്ന് ടോട്ടല് എന്റെ STC ആണ് ഞാൻ. എന്റെ കൂടെ ടോട്ടൽ ഞാൻ അന്ന് പ്രൊഡക്റ്റ് എടുത്ത ആളുകളൊക്കെ ഇന്ന് 5 DTC ഇന്ന് എന്റെ ടീമിലുണ്ട്. അന്ന് ഓരോ പ്രൊഡക്റ്റുകൾ, ഓരോ പേസ്റ്റ് കൊടുത്തിട്ടു, ഓരോ കവചം കൊടുത്തിട്ടു, അങ്ങനെ ഓരോ പ്രൊഡക്റ്റ്. റഹ്മത്താത്ത നേരത്തെ ഞാൻ പറഞ്ഞ കാലിദിക്കായിന്റെ കൂടെ ഐഡിയ അടിച്ചു വന്നു. റഹ്മത്താത്ത പറഞ്ഞ ഇത്രയേ ഉള്ളൂ, എനിക്കൊരു ശ്വാസമുട്ടലുണ്ട്, അലർജി ഉണ്ട്, ഇൻഹീലർ ഞാൻ വലിക്കുന്നുണ്ട്, കവചം ഉപയോഗിച്ചിട്ട് ഞാൻ ഇൻഹീലർ ഉപയോഗിക്കൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ ബിസിനസ് നിൽക്കും. അങ്ങനെ തന്നെ റഹ്മത്താത്ത തന്നെ DTC ആണ്. വീട്ടിലിരുന്നോണ്ട് ചെയ്തിട്ട് DTC ആയാളാ. വെറും വീട്ടിലിരുന്ന് ബിസിനസ്സിനൊന്നും ഇറങ്ങാതെ. കാരണം വീട്ടിലിരുന്നിട്ട് പ്രൊഡക്റ്റ് വിൽക്കലും ആളുകളെ ഫോണിലും സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് DTC എന്താ ZDC ആകാൻ പോകുന്നു. അങ്ങനെയുള്ള കുറെ ആളുകൾ. അതാ ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ നമ്മളെ കാര്യം, നമ്മളെ കമ്പനി പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് ആണ് നമ്മളെ എവിടേക്ക് എത്തിക്കുന്നത്, നമ്മളൊരു ബിസിനസ്സുകാരനായിട്ട് മാറ്റുന്നത്. അങ്ങനെ കുറച്ച് ആളുകളൊക്കെ വന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായിട്ട്, ഒരു ടീമായിട്ട് നമ്മൾ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ഈ ബിസിനസ്സിലൂടെ കിട്ടി. ഈ കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളെ നളന്തയിൽ മീറ്റിംഗ്, പിന്നെ നളന്തയിലേക്ക് മാറ്റിയതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളെ ഈ ബിസിനസ്സിലേക്ക് ടീം ഉണ്ടാക്കാനായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ കുറെ ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ട് നളന്തയിലേക്ക്. ആരും വന്നിട്ടൊന്നുമില്ല. കുറെ ആൾക്കാർ വരാന്ന് പറയും, വരൂല, പറ്റിക്കും. കാരണം നമ്മൾ തുടക്ക സമയത്തൊക്കെ ഞാൻ ബാലുസാറെ കുറെ പറ്റിച്ചിട്ടുണ്ട്. 2-3 മാസത്തോളം ഇവിടേക്ക് വരാന്ന് പറയുമ്പോൾ അവിടേക്ക് വരില്ല, പോവില്ല. അങ്ങനെ ആ പറ്റിക്കലൊക്കെ ഇപ്പൊ പണ്ടാരം പറഞ്ഞ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തത് നമുക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ ബാലുസാറെ ഞാൻ കുറെ പറ്റിച്ചതിനെ കൊണ്ട് എന്നെയും കുറെ ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട്. വന്നില്ല, ഞാൻ വിളിച്ചോലൊന്നും എന്റെ കൂടെയും വന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് കള്ളത്തരം ഇല്ലാത്ത ഒരു ബിസിനസ് ഉണ്ട്, മൈ ലൈഫേ ഉള്ളൂ. കാരണം വേറെ എന്തെങ്കിലും കാര്യം കാണുമ്പോൾ കളവ് അറിയാം. കാരണം ഒരു പൈസ നമുക്ക് എത്ര ലക്ഷം കിട്ടി, അല്ല എത്ര പൈസ കിട്ടിയെന്ന് കളവ് പറയാൻ പറ്റില്ല. കാരണം ആപ്ലിക്കേഷൻ കാണിച്ചു കൊടുത്ത് എത്ര വന്നതെന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ ഒരാളോടും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പോലും, ഒരു ഇൻകത്തിനെ പറ്റിയിട്ട് പോലും, തമാശയിൽ പോലും ഒരു കളവ് പറഞ്ഞിട്ട് ഈ ബിസിനസ് ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ സത്യസന്ധമായിട്ടുള്ള ഒരു ബിസിനസ് ആണെന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ വിളിച്ച്, കുറെ ആൾക്കാർ വന്നില്ല, കുറെ ആൾക്കാർ വന്ന്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ ആളുകളൊന്നും ഈ ബിസിനസ്സിൽ ക്ലിക്ക് ആവില്ല. എന്നാലും നമ്മൾ ഈ ബിസിനസ്സിനെ സീരിയസ് ആയി, ഞാൻ ഇപ്പൊ ഏകദേശം 385 ആളോളം, ഏകദേശം 400 ആളുടെ അടുത്ത് ഇന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, നമ്മള് എല്ലാ ആളുകളും ഈ ബിസിനസ്സിൽ രക്ഷപ്പെടുമെന്ന് ഞാൻ ഒരു ഉറപ്പും നിങ്ങൾക്ക് പറയില്ല, ഒരു ഗ്യാരണ്ടി ഞാൻ പറയില്ല. കാരണം ആരൊക്കെ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുന്നുണ്ടോ ഓലൊക്കെ ഈ ബിസിനസ്സിൽ രക്ഷപ്പെടും, ഒരു തർക്കം വേണ്ട. കാരണം നമുക്ക് എടുത്തു പറയാനുള്ള ഒരു ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഇപ്പൊ ഇതിൽ കാണുന്നത് ഇപ്പം ഉമ്മർ സാർ ആയിട്ടാണ് കേട്ടോ. മാത്രം അല്ലാതെ എല്ലാ ലീഡർമാരും രക്ഷപ്പെടൂ. കാരണം ഉമ്മർ സാറ് മാത്രം നമുക്ക് എല്ലാവർക്കും, എനിക്ക് അടക്കമുള്ള ആൾക്കാർക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ഒരാളാനെ കൊണ്ടാണ് ഉമ്മർ സാർ. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് അത് ഏറ്റെടുത്തതിനെ കൊണ്ട് മാത്രമാണ് അദ്ദേഹം വലിയൊരു റാങ്കിലേക്ക്, NTC എന്ന് പറഞ്ഞ റാങ്കിലേക്കും, ഒരു 3-4 വർഷം കൊണ്ട് ഒരു 34-35 ലക്ഷം ഉറുപ്പിന്റെ മുകളിലേക്കൊക്കെ ഇംഗത്തിലേക്ക് മാറാൻ അദ്ദേഹം ഏറ്റെടുത്തതിന്റെ ഉത്തരവാദിത്വം കൊണ്ടാണ്. അപ്പൊ നമ്മളും ഈ കേൾക്കുന്ന എല്ലാ ആളുകളും ഏറ്റെടുത്താൽ എല്ലാവരും രക്ഷപ്പെടുന്നുള്ളൂ, ഒരു തർക്കമില്ല.
അപ്പൊ ആ രീതിയിലേക്ക് കുറച്ച് ആളുകൾ ഏറ്റെടുത്ത്, അപ്പൊ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ വേണം. നമുക്ക് ചെറിയ ചെറിയ സ്വപ്നം, ഇപ്പൊ 500-1000 രൂപ കിട്ടിയിട്ട് നമുക്ക് ജീവിച്ചു പോവാം. ഇപ്പൊ പല ആളുകളെയും മൈൻഡ് എന്താ, എനിക്ക് ഈ ആഴ്ച 500 വരുമാനമുണ്ട്, അത് 1000ത്തിലേക്ക് ആക്കണം എന്നുള്ള ചിന്ത ആൾക്കാർക്കില്ല. അല്ലെങ്കിൽ എനിക്ക് ഈ ആഴ്ച 5000 രൂപ വരുമാനമുണ്ട്, അത് 10,000ത്തിലേക്ക് അടുത്ത ആഴ്ച ആക്കണം എന്നുള്ള പല ആളുകൾക്കും മൈൻഡില്ല. അത് കിട്ടുന്നത് കിട്ടിപ്പോട്ടെ എന്നുള്ള ചില ആളുകൾ, എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാവരും ഞാൻ പറയുന്നില്ല. അപ്പൊ പല ആ മൈൻഡിനെ നമ്മൾ എന്താക്കണം, വലുതാക്കി മാറ്റണം. ആ മൈൻഡിനെ നമ്മൾ വലുതാക്കി വലുതാക്കി മാറ്റിയിട്ട് വലിയ കാറിലേക്കും വലിയ അച്ചീവ്മെന്റിൽ, ഇപ്പൊ കാർ എടുത്ത ആളുകൾക്ക് പിന്നെ ആളെ വീടായിരിക്കും സ്വപ്നങ്ങൾ. അങ്ങനെയുള്ള വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് നമ്മളെ ഈ റബ്ബർ ബാൻഡ് ഒക്കെ നമുക്ക് ചെറിയൊരു സാധനം, ഒരു വട്ടത്തിലുള്ള സാധനം, അതിനെ നമ്മൾ 2 വിരൽ കൂട്ടി, അല്ലെ നമ്മൾ 2 കമ്പില് നമ്മൾ അതിന് വലിക്കുന്ന സമയത്താണ് അതിനെന്താണ്, അത് വികസിക്കുന്നത്, അത് അല്ലെങ്കിൽ അത് വലുതായി മാറുന്നത്. അതേപോലെ തന്നെ നമ്മളെ മൈൻഡിനെ, ചെറിയ മൈൻഡിനെ, എല്ലാവർക്കും വലിയ മൈൻഡൊന്നും തുടക്കത്തിൽ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നില്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യണം, റബ്ബർ ബാൻഡിനെ പോലെ നമ്മൾ വലിച്ചു നീട്ടണം, വലുതാക്കണം. ഇപ്പൊ തുടക്കത്തിൽ എന്നോട് വാലിസാർ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ കാറ് വാങ്ങണം. ആ കാറ്, ഒരു കൂലിപ്പണിക്കാരൻ എന്ത് കാർ എന്ന് പറഞ്ഞതുപോലെ ഈ ബിസിനസ്സിൽ തുടക്കക്കാരനോട് ഒരു സ്വപ്നം പറയാൻ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് ഒരു സ്വപ്നം ഉണ്ടാവില്ല. കാരണം അയാളെ സ്വപ്നങ്ങൾ മുരടിച്ച്. കാരണം ഇന്നിപ്പോ ഇന്നെ കേൾക്കുന്ന ഈ ബിസിനസ്സിൽ, അല്ലെങ്കിൽ ഈ ഒരു 40 വയസ്സിന് മുകളിലോട്ട്, സോറി, ഒരു 50-60 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെടുത്ത് ചോദിക്കുകയാണ് നമ്മൾ, എന്താണ് ഇക്ക നിങ്ങളെ സ്വപ്നം, എന്താണ് ഉമ്മ നിങ്ങളെ സ്വപ്നം, അല്ലെ എന്താ അച്ഛ നിങ്ങളെ സ്വപ്നം, എന്താ അമ്മ നിങ്ങളെ സ്വപ്നം എന്ന് ചോദിച്ചാൽ ഒരു സ്വപ്നം ഉണ്ട്. അവരെ സ്വപ്നങ്ങളൊക്കെ മുരടിച്ച്. കാരണം അവരെ സ്വപ്നങ്ങളിലേക്ക് എന്താ, ഇനി ഞാൻ എന്തിന് ചെയ്യണമെന്നുള്ള ചിന്താഗതി പല ആളുകൾക്കും ഉണ്ടാവും. പക്ഷെ അവിടെ അല്ല കാര്യം, വയസ്സ് അല്ലെ പ്രായം നമ്മളെ നമ്പർ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു പ്രായം എന്ന് പറഞ്ഞാല് നമ്മള് എത്രണ്ട് നമ്മള് ചെറിയ ആളുകളെ, അല്ലെ നമ്മളൊരു യങ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നോ, ആ ഒരു മനസ്സാണ് നമ്മളെ എന്താക്കുന്നത്, നമ്മളെ പ്രായത്തിലേക്ക് മാറ്റുന്നത്. ഇന്നിപ്പോ ഒരു പ്രായമില്ലാത്ത ചെറിയ കുട്ടികൾ ഒരു പ്രായമുള്ള മുഖം പോലെ, അല്ലെങ്കിൽ ചുക്കിച്ചുളിഞ്ഞ മുഖം പോലെ ആയി മാറുന്നത് എന്തുകൊണ്ടാണ്, അയാളിലൂടെ ഉള്ളിലേക്കുള്ള ടെൻഷനുകളാണ്, അയാളെ പ്രയാസങ്ങളാണ് അയാൾ ഒരു പ്രായമുള്ള ആളുകളേക്കോ, അല്ലെങ്കിൽ അയാൾ ഒരു അങ്ങനത്തെ ഒരു രീതിയിലേക്കോ മാറ്റുന്നത്. ഇന്നും നല്ല 10, 60, 70 വയസ്സുള്ള പ്രായമുള്ള ആളുകൾ ഇന്നും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാ, അവരുടെ മൈൻഡ് സെറ്റ് ആണത്. കാരണം ഞാൻ ഇപ്പോഴും പ്രായമായില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് നടത്താൻ കഴിയും എന്നുള്ള ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ നമ്മളൊരു മൈൻഡ് സെറ്റ് ആണ് നമ്മളെ ഒരു ഇതിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇതിനെ കേൾക്കുന്ന പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആരും നിങ്ങളെന്നല്ല, ഞാൻ അടക്കമുള്ള ആളുകൾ, നമുക്കൊന്നും സമയം വേസ്റ്റ് ആയിട്ടില്ല. ഇന്നും നമ്മളെ യങ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. വെറും 3, 4, 5 വർഷം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് ഞാനും നിങ്ങൾ എത്തിപ്പെട്ടത് എന്നുള്ള മനസ്സിലാക്കണം. നമ്മ അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ വന്ന് നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല എൻജോയ് ഒക്കെ ചെയ്തിട്ട് ജീവിച്ച് പോകാനായിട്ട് ഇന്നിപ്പോ കുറഞ്ഞ നമുക്ക് ഏകദേശം 6:45 എത്താൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. കുറഞ്ഞ സമയം കൂടെ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഇനി എനിക്ക് വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം ഈ രീതിയിലൂടെയൊക്കെയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. കാരണം പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഒരു റൂട്ട് ഇതുവരെ എത്തി. അപ്പൊ എങ്ങനെ വന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഇപ്പൊ കുറെ ആളുകളൊക്കെ വന്ന് ടീം വർക്കായി, ഓർക്കൊക്കെ ഇപ്പൊ കൂടിയിരിക്കലും, ഇപ്പൊ വീട്ടിലേക്കൊക്കെ വിളിച്ചെങ്കിൽ ഒരു ചായ കൊടുക്കലും, എല്ലാ സെലിബ്രേഷൻ സ്റ്റാർ മുതൽ, അന്ന് ബ്രൗൺസ് സിൽവർ റാങ്ക് ഒന്നുമില്ല, അന്ന് നേരിട്ടിട്ട് പോകേണ്ടത് ഐഡിയ അടിച്ച ആളുകൾ സ്റ്റാറിലേക്ക്, അപ്പോഴാണ് റാങ്ക് എത്തുന്നത്. അങ്ങനെ സ്റ്റാർ എന്ന് പറഞ്ഞ റാങ്കായി, 2 ഒരു 6 മാസം കൊണ്ട് ഞാൻ സ്റ്റാർ എന്ന് പറഞ്ഞ റാങ്കിൽ എത്തി. 6 മാസം കൊണ്ട് സ്റ്റാർ എത്തി. സ്റ്റാറിന്ന് ഞാൻ പിന്നെ പോകുന്നത് ആവേശം കൊണ്ട് 2 ആഴ്ച കൊണ്ട് റൂബിയ. മനസ്സിലാക്കേണ്ടത്, കാരണം ദൂരം പിന്നെ പിന്നെ നമ്മൾ വലിയ റാങ്കിലേക്ക് പോകുന്ന സമയത്ത് കുറഞ്ഞു വരിക ചെയ്യുക. പല ആളുകളും വിചാരിക്കും ഇനി എന്നാ ഞാൻ അത്രയും ലക്ഷങ്ങളെ കോടികളൊക്കെ പോവുക. ഒരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മള് ബിസിനസ്സിലേക്ക് റാങ്ക് കയറുന്നതിനനുസരിച്ച്, ടീം വരുന്നതിനനുസരിച്ച് നമ്മളെ ദൂരങ്ങൾ കുറയാ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സമയത്ത് സ്റ്റാറായി വീട്ടിലൊരു സെലിബ്രേഷൻ വെച്ച്, അങ്ങനെ കുറെ ആൾക്കാരോടൊക്കെ പറഞ്ഞ് ആൾക്കാരും വന്നില്ല. കാരണം ഓനെന്തോ കിട്ടിയ പരിപാടിയല്ല എന്നൊക്കെ വിചാരിച്ചിട്ട്, മീറ്റിംഗ് അല്ല വിചാരിച്ചിട്ട് ആരും വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ചെറിയൊരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്ത്, ബാലുസാർ ഒരു കേക്കൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത്, അങ്ങനെ അച്ഛനെയും അമ്മനെയും വൈഫിനെയും മക്കളൊക്കെ പോയി മനസ്സിലാക്കി കൊടുത്തത് എന്താന്നുള്ളത്. അങ്ങനെ വീട്ടിൽ നിന്ന് കുറെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് തുടക്കം.
തക്ക സമയത്ത് ഭാര്യന്റെ അടുത്ത് നിന്ന്. കാരണം വലിയ വരുമാനമൊന്നുമില്ല, 1000 റുപ്യ കൂലിയിട്ടുണ്ടായിരുന്നു. 800 രൂപയിൽ 200 രൂപയും പെട്രോള് വണ്ടിയിൽ അടിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഓടുന്നത്. കാരണം പണിക്ക് പോകുന്ന പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ എനിക്ക് വീട്ടിൽ നിന്നുണ്ടായി. പിന്നെ നേരം വൈകി വരുന്ന പ്രശ്നം, കാരണം മൈലേജ് ചെയ്യുന്ന പല ആളുകൾക്കും അറിയാം, ലീഡേഴ്സിനൊന്നും പുതിയ കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സമയം നോക്കി പണിയെടുക്കേണ്ടതല്ല. സമയം നോക്കി പണിയെടുക്കേണ്ടത് നമ്മൾ ജോലിയാണ്. നമ്മൾ ബിസിനസ് ആ ചെയ്യുന്നത്, സമയം നോക്കാതെ സമയം കളയാതെ നമ്മൾ പണിയെടുക്കണം. മൈ ലൈഫ് ചെയ്യുന്ന ആളുകൾ അല്ലെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഉള്ള ആളുകളെ രക്ഷപ്പെട്ട് അങ്ങനെ രാത്രി 11 മണി 12 മണിയൊക്കെ ആവും വീട്ടിൽ വരെ. വീട്ടില് ഭാര്യ മക്കളും ഒറ്റയ്ക്ക് ആയതിനെ കൊണ്ട് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ, വീട്ടിൽ നിന്ന് ഭയങ്കര നെഗറ്റീവ്, എന്തിനത്ര നേരം വൈകി വരുന്നത്, ഇതുവരെ എവിടെ പോയി കിടക്കുന്നു, അങ്ങനെ. കാരണം പല ആളുകൾ എല്ലാവർക്കും അറിയാം എവിടെ പോയാൽ എങ്ങനെയാ വീട്ടിലൊക്കെ എത്താൻ പറ്റും. അങ്ങനെ ആണുങ്ങളോടൊക്കെ പറയുന്നത്. ലേഡീസ് ഒക്കെ പിന്നെ 5 മണി 6 മണി ആകുമ്പോഴത്തേക്കും വീട്ടിൽ കയറും. അപ്പൊ അങ്ങനെ സമയം നോക്കാതെ പണിയെടുത്തതിന്റെ ഭാഗമായിട്ട് സ്റ്റാറായി. സ്റ്റാറിന്ന് പിന്നെ റൂബിയിലേക്ക് 2 ആഴ്ച രണ്ടാഴ്ച അന്ന് കോർഡിനേറ്റർ ഒന്നും വലിയ പ്രാധാന്യമല്ല. അങ്ങനെ പിന്നെ റൂബി കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ടി സി ആണ്. അങ്ങനെ ടി സിയിലേക്ക് പിന്നെ വേഗം പെട്ടെന്ന് ടി സി ആയി, എ ടി സി ആയി, ഡി ടി സി ആയി. ഡി ടി സി എന്നാണ് പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഡി ടി സി വരെ എത്തി. ഡി ടി സിയിൽ ആ കയറി നിൽക്കുന്ന സമയത്താണ് കൊറോണ വന്നത്. കൊറോണ വന്ന് നളന്തയിലെ മീറ്റിംഗ് ഒക്കെ നിർത്തി. നളന്ത കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞാൻ ടീമൊക്കെ ഉണ്ടാക്കിയത്. കാരണം അവിടേക്കാണ് ആളുകളെ കൊണ്ടുപോയിട്ടാണ് ഓരോ ആഴ്ചയിലും എല്ലാ ആഴ്ചയും ഗസ്റ്റിനെ കൊണ്ടുപോയി അവിടുന്ന് കേൾപ്പിച്ചിട്ടാണ് ടീം ഉണ്ടായി. പെട്ടെന്ന് അതവിടെ നിന്ന സമയത്ത് ടീമിന് അവിടെ നെഗറ്റീവായി. അങ്ങനെ കുറച്ച് ആളുകൾ ടീമൊക്കെ ഡൗൺ ആയി. അങ്ങനെ പിന്നെ കയറ്റിയെടുത്ത് സഡീസി പിന്നെ സഡീസി ആയി കുറച്ച് സമയത്തൊക്കെ സമയത്തൊക്കെ ബെല്ലിസാറിന്റെ ചീത്ത അറിയില്ലേ, എന്താണോ നിർത്തിപ്പോയി. കാരണം ബെല്ലിസാർക്ക് ഒരു കാര്യമുണ്ട്, കാരണം പരിചയമുള്ള ആൾക്കാരോട് ബെല്ലിസാർ എന്തും പറയും, എല്ലാരോടും ഒന്നും പറയില്ല. പക്ഷെ അത് നമ്മൾ പോലാന്നുള്ള ഒരു ഉറപ്പ് കിട്ടില്ല. എന്താടാ നിർത്തിപ്പോയിക്കൂടെ, ഇതിനാ കലാകാലകരെ സഡീസി. അപ്പൊ ഞാൻ അതൊക്കെ എന്റെ ഒരു മോട്ടിവേഷൻ ആക്കി. ഞാൻ ബെല്ലിസാറെ, ഞാൻ STC ആയിട്ട് നിങ്ങൾക്ക് ഒരു ഭക്ഷണം തന്നിട്ടേ ഞാൻ മരിക്കുന്നു. അപ്പൊ ബെല്ലി സാറ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അയച്ച് ഞാൻ മരിച്ചിട്ടേ STC ആവുള്ളൂ എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യം. കാരണം എന്നാലും പിടി വിടൂല, വെച്ച കാല് ബൈജു പുറത്തേക്ക് എടുക്കൂല എന്നുള്ളത്. ഇതിൽ 2-10 കിട്ടുന്നുണ്ടെ ബൈജു ഭാഗിട്ട് പോകുന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ് ഇന്ന് ബൈജുവിന് STC ആക്കിയത്. ഇന്നിപ്പം ഏകദേശം 45 ലക്ഷം കൂടിയും ബിസിനസ് കൂടി വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ RTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് അന്നെന്റെ അമ്മയ്ക്ക് കൊടുത്ത ഓർമ്മപ്പെടുത്താണ്. അന്നെന്റെ അമ്മയ്ക്ക് കൊടുത്തൊരു പേസ്റ്റ് ആണ് ബൈജുവിനെ ഈ ഒരു ഉറച്ച തീരുമാനം പോലും എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാണ്. ആ വാക്കിപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ കുറച്ച് ആളുകളിലേക്കൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് നെഗറ്റീവ് ആര് പറഞ്ഞു, ഭാര്യയൊക്കെ ഇതിലെ പറഞ്ഞിട്ടുണ്ട്, ഇതിലാണ് കേട്ടുവിടും. കാരണം പത്തിരിപ്പൊടിക്ക് അരി കൊടുത്തിട്ട് ബില്ല് കൊടുത്തിട്ട് 3 ദിവസം ഞാൻ വാങ്ങാതെ പോകുന്ന ദിവസമുണ്ട്. കാരണം ഞാൻ 11 മണിക്ക് 12 മണിക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ മില്ലടച്ചു. അങ്ങനെ പത്തിരിക്ക് വീട്ടില് അങ്ങനത്തെ ചില സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് വീട്ടിലൊക്കെ എന്തെങ്കിലും, കാരണം ഒരു ഫാമിലി ആയി ചെയ്യുമ്പോൾ എന്തൊരു കാര്യം വെച്ചാല് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. കാരണം ഭാര്യയും മക്കളൊക്കെ ഒക്കെ ആയിട്ട് ഫാമിലി, അതാണ് ഭാര്യനെ കൂട്ടി ചെയ്ത്. അപ്പൊ ഞാൻ ആ നേരം വൈകിപ്പോയി. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ പത്തിരിപ്പൊടി മില്ലിൽ കിടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ, അതിലൊക്കെ സഹിച്ചു നിൽക്കാനൊക്കെ ഭാര്യ പിന്നെ നമ്മളെ കൂടെ നിന്ന്, ഇന്നില്ലേ ഞാനും അല്ലെ എന്റെ മക്കളും ഒക്കെ രക്ഷപ്പെടുന്നു ഭാര്യക്ക് മനസ്സിലാക്കി കൊടുത്ത് വരുമാനമൊക്കെ നല്ല നല്ല വരുമാനത്തിലേക്കൊക്കെ മാറാനൊക്കെ തുടങ്ങി. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്താണ് നമ്മൾ ഒരുമിച്ച് ഭാര്യനെ, കാരണം പിന്നെ നമുക്ക് ഫോൺ കോളൊക്കെ ഒരുപാട് വരുന്ന കാര്യങ്ങളാണ്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ. അപ്പൊ നമ്മളൊക്കെ സ്പീക്കറിൽ ഇട്ടുകൊണ്ടും, അപ്പൊ അങ്ങനെ ഒരു തെറ്റായ രീതിയിൽ ഒരു ആളുകളോടും, ഇപ്പൊ നമുക്കൊരു നമ്മളെ സ്വന്തം അമ്മയാണ്, പെങ്ങളാണ്, നമ്മളെ ഏട്ടന്റെ എക്കായ്മാരാണ്, അപ്പൊ അനിയത്തിമാരാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ബിസിനസ്സിലൂടെ നിന്നുകൊണ്ടായിട്ട് അണക്കുന്നത്. അതുകൊണ്ടൊന്നും വീട്ടിലൊന്നും ഒരു അങ്ങനത്തെ ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും വരെ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഭാര്യനെ കൂട്ടി പല പല മീറ്റിങ്ങുകളും വലിയ വലിയ പ്രോഗ്രാമിനൊക്കെ പോയി. അങ്ങനെയാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയക്കുറവ് മൂലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒറ്റ കാര്യം പറഞ്ഞാൽ, ഇതിൽ വന്നതിന്റെ ഭാഗമായിട്ട് ഒരു 2018 ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പറ്റി, ഒരു DTC എന്ന് പറഞ്ഞ റാങ്ക് ആയപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ പറ്റി. പിന്നെ അതേപോലെ ലാപ്ടോപ്പ് എന്താണെന്ന് നമുക്ക് കളിക്കാൻ പോലും അറിയില്ല. അപ്പൊ ഉമ്മർ സാറൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും ഇതിന്റെ ഞെക്കലോ പിടിക്കലോ വരികളൊന്നും ലാപ്ടോപ്പിലൊന്നും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പൊ അതൊക്കെ ഇതിൽ കുറച്ച് പഠിക്കലും GTSും കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ എടുക്കാനും MC ചെയ്യാനും
അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ 10-50 ഇപ്പൊ നമ്മളൊക്കെ കാണാൻ നളന്തയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഗോകുലമാളില് ബാലുശ്ശേരിയൊക്കെ എന്ന് പറഞ്ഞാൽ 10, 1000, 1200 ആളുകളെടുത്ത് ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് കിട്ടിയ മൈ ലൈഫ് മാത്രം. കാരണം പേടില്ല ആളുകളോട് സംസാരിക്കാൻ. അതന്നെ എന്റെ ഏറ്റവും വലിയ, എനിക്ക് പൈസനെക്കാട്ടിലൊക്കെ വലുത് എന്ന് പറഞ്ഞതാ. കാരണം അത്ര പോലും മാറാൻ കഴിഞ്ഞത് ഈ ബിസിനസ്സാണ്, ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം. അപ്പൊ അങ്ങനെ ഇങ്ങനെ വീടിന്റെ തൊട്ടടുത്ത് ഒരു 3 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ ബിസിനസ്സിലൂടെ ഞാൻ വാങ്ങി. അതിന്റെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടയ്ക്കുന്നത് ഈ ബിസിനസ്സിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. ഇപ്പൊ വേറൊരു കൺസ്ട്രക്ഷൻ മേഖല ഒക്കെ ഒഴിവാക്കി, ആ ജോലിയൊക്കെ ഒഴിവാക്കി STC അതിന്റെ ശേഷം ഫുൾ ടൈമർ ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് മാറാൻ സഹായിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഒന്നിപ്പോ കുഴപ്പമില്ലാത്തൊരു ടീമും കാര്യങ്ങളൊക്കെ ആയി പോകുന്നു. ഞാൻ 2018 ഐഡിയ അടിച്ച സമയത്ത് എന്റെ മോൻ ചോദിച്ചൊരൊറ്റ ചോദ്യം കൂടി ഉണ്ട്. ആ ചോദിച്ച ചോദ്യം, കാരണം ഒരു എല്ലാവരും ഈ ബിസിനസ്സിൽ കാറ് വാങ്ങുന്നു പറയുന്നേക്കാം. എന്റെ മോൻ ചോദിച്ചിട്ടുണ്ട് അന്ന് ഐഡിയ അടിച്ചിട്ട് നമ്മള്, ഈ ബിസിനസ്സിൽ അച്ഛാ നിങ്ങൾ എന്നാണ് കാറ് വാങ്ങുന്നത്? അപ്പൊ ഓരോ റാങ്കിനും ഓരോ വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് നമ്മൾ ജെൻസ് ഒക്കെ ആണെങ്കിൽ ഇൻസൈഡ് ചെയ്യാൻ തുടങ്ങണം. ഇൻസൈഡ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇൻസൈഡ് ചെയ്യാം, അത് നമ്മളൊരു മാറ്റാണ്. അപ്പൊ സ്റ്റാർ എന്ന് പറഞ്ഞ റാങ്ക് ആകുമ്പോൾ ഓരോ ആള് ഇൻസൈഡ് ഒക്കെ ചെയ്ത് ഡ്രസ് കോഡിലേ മാറും. നമ്മൾ TC ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈ കെട്ടാൻ തുടങ്ങും. നമ്മള് ജെൻസ് ഒക്കെ ആണ് ടൈ കെട്ടാൻ, ഡ്രസ്സൊക്കെ ലേഡീസ് ഒക്കെ വേണം നല്ല ചുരിദാർ നല്ല സാരി കൊടുക്കുക. അപ്പൊ ടൈ കെട്ടണം. നമ്മളൊരു DTC എന്ന് പറഞ്ഞ റാങ്ക് ആയാലും ഒരു ചെറിയൊരു കോട്ട്, കൈയില്ലാത്തൊരു ഓവർ കോട്ട്. ഒരു STC എന്ന് പറഞ്ഞൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു, നമ്മളെന്താ പറയാ, ഒരു സെറ്റപ്പ് കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് നമ്മളെ TCയിലൊക്കെ പിന്നെ ബൈക്ക് അച്ചീവർ ആവാ, മൊബൈൽ അച്ചീവർ ആവാ, ലാപ്ടോപ്പ് അച്ചീവർ, അങ്ങനെ പല അച്ചീവേഴ്സും. പിന്നെ ലേഡീസ് ഒക്കെ ആണെങ്കിലും സ്വർണത്തോടാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ എന്താ പറയാ, ഗോൾഡ്, വള, അതേപോലെ തന്നെ ചെയിന്, ബ്രേസ്ലെറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കമ്മല്, ഇതൊക്കെ ലേഡീസിനെ സംബന്ധിച്ചുള്ള അച്ചീവ്മെന്റ്. അങ്ങനെ അച്ചീവ്മെന്റ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ STC എന്ന് പറഞ്ഞ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു കാർ ഇറക്കേണ്ട ഒരു അച്ചീവറാണ് STC എന്ന് പറഞ്ഞ റാങ്ക്. അപ്പൊ മോൻ ചോദിച്ചൊരു ചോദ്യം, എന്നാ നിങ്ങൾ കാറ് വാങ്ങിച്ചത്? അപ്പൊ ഞാൻ STC എന്ന് പറഞ്ഞ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കാറൊക്കെ ഇറക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അതിന്റെ ടീമൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം കുറഞ്ഞൊരു ബിസിനസ്സോടുകൂടി മാച്ച് ആയി കഴിഞ്ഞാൽ ഒരു കാറൊക്കെ ഇറക്കണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ച് നിങ്ങളെല്ലാരെയും ഇവിടെ പ്രാർത്ഥനയൊക്കെ എനിക്ക് വേണം. എന്റെ അച്ഛന്റെ അമ്മന്റെ മക്കളെ അതേപോലെ ഈ മീറ്റിംഗിൽ കേട്ടിരിക്കുന്ന എന്റെ അച്ഛനെ പോലെ എന്റെ അമ്മനെ പോലെയൊക്കെ കാണുന്ന ഒരുപാട് ആളുകൾ, അതിലൊക്കെ എല്ലാരെയും പ്രാർത്ഥന എനിക്ക് വേണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്റെ അച്ചീവ്മെന്റ്. ഇനി വരാൻ പോകുന്ന ഒരു അച്ചീവ്മെന്റ് മാത്രം പറഞ്ഞെന്നുള്ളൂ, നിങ്ങളത് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പൊ എന്നെ ഈ ബിസിനസ്സിലേക്ക്, ഈ ഒരു ഈ ലെവലിലേക്ക് STC എന്ന് പറഞ്ഞ റാങ്ക് എത്തിച്ച സർവേശ്വരൻ നിങ്ങളെ എല്ലാരും എത്തിക്കും. കാരണം എടുക്കുന്ന തീരുമാനം. പരാജയപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും, പരാജയപ്പെട്ടവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാവും. പറഞ്ഞു ഒഴിവാവേ, ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ വിജയിച്ച വ്യക്തിക്ക് ഒരൊറ്റ കാരണമേ ഉണ്ടാവുള്ളൂ. ആ കാരണം അവരെടുക്കുന്ന തീരുമാനം. ആ തീരുമാനമാണ് ഒരു വ്യക്തിയെ വിജയിയാക്കി മാറ്റുന്നത്. അപ്പോ ആ ഒരു തീരുമാനം എടുക്കാൻ ഇന്ന് ഈ ഒരു മീറ്റിംഗ് കേൾക്കുന്ന ഇതുവരെ ഏറ്റെടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാ ആളുകളും ഏറ്റെടുത്തുകൊണ്ട് ഈ ബിസിനസ്സിനെ സീരിയസ് ആയി ചെയ്തുകൊണ്ട് ഞാൻ പണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അതേപോലെ തന്നെ ഞാനും പറയുന്നു, മൈ ലൈഫിൽ ഒരൊറ്റ കമ്പനിയുള്ളൂ. എന്റെ നിങ്ങളെ ഒക്കെ കമ്പനി, ഒരൊറ്റ കമ്പനി, നമുക്കൊരൊറ്റ ടീമേ ഉള്ളൂ. അത് AIG എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. നമുക്കൊരൊറ്റ പ്രാർത്ഥനയുള്ള ഒറ്റ വിജയമുള്ളൂ. അത് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു വിജയമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമുക്കൊക്കെ ഈ ഒരു ബിസിനസ്സിലൂടെ മാറാനായിട്ട് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് അല്ല, എന്നെ കേട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയതിന്റെ ഒരു സഹായമാകട്ടെ. എല്ലാവരെയും വിജയത്തിലേക്ക് നയിക്കാൻ ഈ ഒരു മീറ്റിംഗ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ടു നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.